ഇന്ത്യക്ക് 50% അധിക തീരുവ US ഏർപ്പെടുത്തിയതോടെ പ്രതിസന്ധിയിലായി കേരളത്തിലെ കയറ്റുമതി രംഗം. മത്സ്യ കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയാണ് സാരമായി ബാധിക്കുന്നത്. നയതന്ത്ര ചർച്ചകളിൽ എന്തെങ്കിലും പരിഹാരമുണ്ടാകുമോ എന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ കയറ്റുമതി കച്ചവടക്കാർ. കോഴിക്കോട് എയർപോർട്ടിലെ എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ നിന്നും സലാം മുഹമ്മദിന്റെ റിപ്പോർട്ടാണ്. ഇന്ത്യക്ക് മേൽ US അധിക തീരുവ ഏർപ്പെടുത്തിയതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കേരളത്തിലെ കയറ്റുമതി രംഗം. പ്രധാനമായും കാർഷികോൽപ്പന്നങ്ങൾ, അതുപോലെ സമുദ്രോൽപ്പന്നങ്ങൾ ഇവയൊക്കെ തന്നെയാണ് കേരളത്തിൽ നിന്നും US മാർക്കറ്റിലെത്തുന്നത്. ഇതിന്റെ കയറ്റുമതിയാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഏകദേശം 40,000 കോടി രൂപയാണ് കേരളത്തിന്റെ ആകെ കയറ്റുമതി വരുമാനം. ഇതിന്റെ 70% വരുന്നത് ഈ കാർഷികോൽപ്പന്നങ്ങളും സമുദ്രോൽപ്പന്നങ്ങളിലുമാണ്. ഈ കയറ്റുമതിയെയാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിന് സമീപത്തുള്ള ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയിലാണ്. ഈ സ്ഥലത്ത് പ്രധാനമായും ഈ പച്ചക്കറി അതുപോലെ ഉള്ള ഉൽപ്പന്നങ്ങളാണ്, പച്ചക്കറി ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും ഇവിടെ നിന്നും കയറ്റുമതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഈ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ മാനേജറാണ് സുരേന്ദ്രൻ. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ പുതിയ തീരുവ ഈ എക്സ്പോർട്ടിംഗ് രംഗത്ത്, കേരളത്തിൻ്റെ കയറ്റുമതി രംഗത്തെ ബാധിക്കുന്നത്? എക്സ്പോർട്ടിംഗ് രംഗത്തെന്ന് പറഞ്ഞാൽ അത് നമ്മൾ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നൊരു സ്ഥിതിയാണുള്ളത്. കാരണം നമ്മളിവിടെ കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സ് മുതലായവർക്ക് തീരുവകൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നുള്ള എക്സ്പോർട്ടിങ്ങും പാടെ നിരക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിനാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെതിരെ നമുക്ക് പ്രതികരിച്ചേ പറ്റുള്ളൂ. അല്ലാതെ കാരണം ഇപ്പം അവർ അമേരിക്ക US എന്ന് പറയുന്നതൊക്കെ അവർ വലിയൊരു സമ്പന്ന രാഷ്ട്രമാണെന്നുണ്ടെങ്കിലും നമ്മളെപ്പോലെയുള്ള ചെറിയ രാഷ്ട്രങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വൻകിട രാഷ്ട്രക്കാരെ നമ്മൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്ത് ഇതായിക്കഴിഞ്ഞാലേ നമുക്കും നിലനിൽപ്പുള്ളൂ. അപ്പോൾ ആ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. US മാർക്കറ്റിന് പകരം മറ്റൊരു മാർക്കറ്റ് കൊണ്ട് ഇതിനെ പരിഹരിക്കാൻ പറ്റുമോ? US മാർക്കറ്റും മറ്റുള്ള മാർക്കറ്റും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കാരണം US വലിയ വിപുലമായ ഒരു മാർക്കറ്റാണ്. അപ്പോൾ ഈ വിപുലമായ മാർക്കറ്റിലേക്ക് എക്സ്പോർട്ടിങ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൂടുതൽ സാധനങ്ങൾ കയറ്റി അയക്കാനുള്ളൊരു സ്ഥിതി ഉണ്ടാവും. മറ്റുള്ള രാഷ്ട്രങ്ങളെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടെ കൂടുതൽ ഉണ്ടാവുന്നത് ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടാവുക. മറ്റുള്ള ഇതിലാണെന്നുണ്ടെങ്കിൽ കുറവായിരിക്കുമല്ലോ, താരതമ്യേന കുറവായിരിക്കാം. നമ്മളിവിടെ നിന്ന് ഇപ്പോൾ ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് കയറ്റുമതി ചെയ്യുന്നത്? ഇവിടെ കാര്യമായിട്ട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ടാവും, പിന്നെ വെജിറ്റബിൾസ്, യെല്ലോ കുക്കുംബർ, ഗാർലിക്, സ്മോൾ ഓനിയൻ, പംകിൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ കാര്യമായിട്ട് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത്. താരിഫ് കുറക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ? തീർച്ചയായിട്ടും അതാണല്ലോ നമ്മളെ പ്രതീക്ഷ. കുറക്കണം, കുറച്ചേ പറ്റുള്ളൂ. എന്തായാലും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് വ്യാപാരികളും അതുപോലെയുള്ള കയറ്റുമതി കച്ചവടക്കാരൊക്കെ തന്നെ ഉള്ളത്. ഇപ്പോൾ നിലവിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഈ കേരളത്തിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന, US കയറ്റുമതി ചെയ്യുന്ന പച്ചക്കറി ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, കൂടാതെ സമുദ്രോൽപ്പന്നങ്ങൾ, ഇവയൊക്കെ തന്നെയാണ് വലിയ ഒരു വിദേശ നാണ്യം നേടിത്തരുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. അവയുടെ കയറ്റുമതിയാണ് വലിയ രീതിയിലുള്ളത് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ രാജ്യത്തിൻ്റെ നയതന്ത്ര ബന്ധങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായാൽ ഈ താരിഫ് കുറയ്ക്കുകയും അങ്ങനെ ഈ കച്ചവടം സുഗമമാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കയറ്റുമതി വ്യാപാരികളൊക്കെ തന്നെ ഉള്ളത്. മനീഷ് പെരുമണ്ണക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്.